ഹലോ ഗൈസ്, മൈൻക്രാഫ്റ്റിൻ്റെ ട്രഷർ ഹണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 എല്ലാവരും കണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഓക്കെ, കുതിരനെ കെട്ടിയിട്ടേ ഗൈസ്, നമുക്ക് കെട്ടണമെങ്കിൽ FFP-ലിടുമ്പോൾ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, നമ്മൾ നോക്കിയിട്ട് നേരെ ഞാൻ പറയാം ഇതെന്താണ് മാപ്പ് ഇതുവരെ നീങ്ങാത്തതെന്ന്. ഓക്കെ ഗൈസ്, നീങ്ങി, അടിപൊളി. ഇപ്പം നമ്മൾ ഇങ്ങോട്ടാണ് ഇപ്പോൾ വന്നത്, നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, നീങ്ങുന്നുണ്ട്, അടിപൊളി. ഇതെന്താ നേരത്തെ നീങ്ങാത്ത? ഓക്കെ ഗൈസ്, നമുക്ക് പോകാം നേരെ. ഓക്കെ, ഇതിനെ എടുക്കാം. ഇതെന്താണ് പൊട്ടാത്തത്? നമ്മുടെ ആക്സ് എവിടെ? ഓക്കെ, ആക്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടില്ല, ഷവലും കൂടി വേണമായിരുന്നു. ശാല ആക്സ് മാത്രം മതി. ഓക്കെ, നമുക്ക് പോകാം ഗൈസ്. നമ്മുടെ മാപ്പ് ഇവിടെ. ഓക്കെ, നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മാപ്പ് വർക്കിംഗ് ഏക്കൊന്ന് ഒരു റേഡിയസ് കഴിഞ്ഞാൽ അത് വർക്കാവുന്നു. അപ്പം നമ്മൾ ബാക്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ നേരെ ഇങ്ങോട്ട്, ഇതിന് ലെഫ്റ്റിലേക്ക്. ഇപ്പം ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഇനി റൈറ്റിലേക്കല്ല ലെഫ്റ്റിലേക്ക് ഐ തിങ്ക്. നമ്മൾ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ഗൈസ്. ഇത് നേരെ, ഇത് ബാക്ക്. അപ്പം ലെഫ്റ്റ് അല്ലേ ഗൈസ്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ ഏത് ഡയറക്ഷനിൽ പോകും? റൈറ്റ് ആയിരിക്കും ഗൈസ് എന്തായാലും മിക്കവാറും. നമുക്ക് റൈറ്റ് പോയി നോക്കാം. ഇപ്പം XY ഡയറക്ഷൻ കിട്ടി ഗൈസ്, ഇനി Z ഡയറക്ഷൻ കിട്ടണം. നമുക്ക് ആദ്യം ഇതിലെ കൂടി നോക്കാം, ഇതിലെ പോയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ വർക്ക് ആവുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് മറ്റേ ഡയറക്ഷനിൽ പോയിട്ട് നോക്കാം. അപ്പോൾ വർക്ക് ആവുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്, നമുക്ക് ആദ്യം മറ്റേ ഡയറക്ഷനിൽ പോയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഡയറക്ഷനിൽ തന്നെ പോയി നോക്കാം. നമ്മൾ ട്രഷറിൻ്റെ അടുത്താണോ? ഓക്കെ, ഇപ്പം നമ്മൾ ദൂരം പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്താനായി തോന്നുന്നു. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കുന്ന കുതിര. ഇങ്ങോട്ട് തന്നെ തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ കരയത്തായിരിക്കും ഉണ്ടാവല്. ഇതാണ് നമ്മുടെ ഐലൻഡ്, ഇതാണ് ഇതിൻ്റെ അറ്റം. ഈ അറ്റമൊക്കെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അറ്റം. നമുക്ക് ഈ അറ്റത്തിലെ മുകളിലേക്ക് പോകണം. ഇത് XY ഡയറക്ഷനിൽ പോകുന്നില്ലല്ലോ ഈ മാപ്പ്. ഇത് മുകളിൽ ഇപ്പം നമ്മൾ എവിടെ എത്തി? ഓക്കെ, ഈ മലയിലോ പോയത്? ഈ മാപ്പ് ശരിയില്ല കഴിച്ച, എന്തോ തെറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ തെറ്റിയിട്ട് പോകുന്നുണ്ട്. കുറേ സമയമല്ലോ ഇത്. സോംബി. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് കയറിയാലോ? നമ്മൾ താഴേക്കും മേലേക്കും പോകുന്നു. ഇങ്ങോട്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഗൈസ്, പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്ന ഗൈസ്. ചെറിയ ബ്രേക്ക് എടുത്തിന് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ട് നമ്മുടെ ട്രഷർ ഹണ്ടിങ്ങിന് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഹണ്ടിങ്ങിൻ്റെ സംഭവമൊക്കെ പിടികിട്ടിയൊക്കെ തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ സംഭവം അനങ്ങുന്നു. പക്ഷേ കണ്ട, നമ്മൾ ഇങ്ങോട്ട് പോകുന്നവർക്ക് നമ്മുടെ വൈറ്റ് ഡോട്ട് അനങ്ങുന്നു. ബട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അനങ്ങുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതാണ് ബോർഡർ. ഒന്നിക്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം. ബട്ട് ഇങ്ങോട്ട് കടലാണ്, അപ്പോൾ മിക്കവാറും ഇങ്ങോട്ടാണ് ഉണ്ടാവല്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് ഗൈസ് ഇനി പോകേണ്ടത്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫുഡൊക്കെ തീർന്നു. ഓക്കെ, നമുക്ക് ഫുഡില്ല ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡ് ആക്കണം. പിന്നെ ഇതാണ് നമ്മുടെ ഓക്കെ, നമുക്ക് ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഗൈസ്. എന്താ വെച്ചാൽ ഇവിടെ ഫിഷൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിട്ട് ഫിഷ്
ഇതൊക്കെ ഉണ്ടോ ഗൈസ്, ഇവിടെ ഫുള്ള് ഫിഷിൻ്റെ ഡെഡ് ബോഡി ഉണ്ട് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഡെഡ് ബോഡി ആവും ഇതിന് മീത്ത് നിന്നാൽ. അപ്പോൾ ഈ ഡെഡ് ബോഡി എങ്ങനെയാണ് ആവുന്നത് വെച്ചാൽ ഇത് വലിച്ചെടുക്കും, എന്നിട്ട് അത് ചൂടുള്ള സംഭവമാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ എടുക്കാൻ കഴിയും ഗൈസ്. ഇങ്ങനെ വന്നാൽ നമുക്ക് എയർ കിട്ടും. ഇപ്പോൾ ഞാൻ ബ്രീത്ത് ചെയ്തു ഗൈസ്, നോക്കാം. ഇപ്പം ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് മുട്ടിയാലേ പൊള്ളൂ. അപ്പം ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് ഓക്കെ, നമുക്ക് വേഗം പൊങ്ങയിലേ നമ്മൾ ചാവും. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു ഗൈസ്. നമുക്കിപ്പോൾ ഫുഡ് ആവശ്യമാണ്, അത്യാവശ്യമാണ് ഫുഡ്. ഇപ്പോൾ ഇത്ര ഫുഡ് പോരാ, നമുക്ക് കുറച്ച് ഫുഡ് എടുക്കണം. 2 മാഗ്മ ബ്ലോക്ക് കഴിയെങ്കിൽ എടുക്കണം ഗൈസ്. മാഗ്മ ബ്ലോക്ക് ഭയങ്കര യൂസ് ആയിരിക്കും, കാരണം നമ്മൾ ട്രഷർ ഹണ്ടിങ്ങിനൊക്കെ പോകുന്നതാണ്. പക്ഷെ അതിന് പിക്കാക്സ് തന്നെ വേണം. സ്റ്റോൺ ആക്സ് കൊണ്ടൊന്നും നടക്കൂല. ഇതിന്ന് പൊട്ടുമോ? ഞാൻ ചാവുന്നല്ല, വേറൊന്നും നടക്കൂല. ഉഫ്, എൻ്റെ ലൈഫ്. നമുക്ക് ഇങ്ങനെ മാഗ്മ ബ്ലോക്ക് ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ കഴിയും. നമുക്കിനി ആവശ്യമില്ല എന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് ആവശ്യമുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഇപ്പം 3 ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫുഡ് ഇപ്പം നമ്മൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ട്രഷർ ഹണ്ടിങ്. നമുക്ക് ബിഗിൻ ചെയ്യാം, ആദ്യം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതൊന്ന് പൊളിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ലീഡൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോവാം ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെയാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. എൻ്റെ ഊഹം വെച്ചിട്ട് ശരിയാണ്. നമുക്ക് ഓക്കെ, നമ്മുടെ ട്രഷർ മാപ്പ് കയ്യിൽ വെക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, ഇവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ ട്രഷർ മാപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ട്രഷർ മാപ്പ് കയ്യിൽ വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ ട്രഷർ ഹണ്ടിങ്ങിന് പോവാണ് ഗൈസ്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും കണ്ടാലും നമുക്കതിന് കുക്ക് ചെയ്യുന്ന മാതിരി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ ആരുണ്ട്? ആരും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ആരുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, നമുക്ക് ഫുഡ് ഐറ്റംസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പന്നിയുണ്ട്. അപ്പം നമ്മൾ ഇത് പോകുന്നതിൻ്റെ ഇവിടെ ഇഷ്ടം പോലെ പന്നിയാണ് ഗൈസ്. ഇവിടെ ആരോ അമ്പ് ചെയ്തിട്ട് തന്നെ കൊല്ലാം നമുക്ക്. അതെ, ആദ്യം നമുക്ക് ഈ സംഭവത്തിന് ഇവിടെ കെട്ടിയിടാം നമ്മുടെ കുതിരേനെ, അല്ലെങ്കിൽ അത് ഓടിപ്പോകാൻ രക്ഷപ്പെട്ട ചാൻസ് ഉണ്ട്. ഓക്കെ, കുതിരേനെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, വാ കുതിര. ഓക്കെ, കെട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, റെഡി, സെറ്റ്. നമുക്ക് ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. ഓ, പന്നി പായുന്നുണ്ട്. ഓക്കെ, 2 അമ്പിൽ തന്നെ നമ്മുടെ പന്നിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. നമുക്ക് XP അതേപോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 XP ഗൈസ്. ഇതാകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്, XPയും കിട്ടും. അത് നമുക്ക് ഹെഡ് ഷോട്ട് പബ്ജി കളിക്കും നമ്മളോട്. ഓക്കെ, നമുക്ക് ഒന്നും കൊണ്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കൊണ്ടാൽ നമ്മൾ ഹണ്ടിങ്ങിന് നമ്മൾ പ്രോ ആണ് ഗൈസ്. ഓക്കെ, ഒരു സാധനം കൂടി വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ചാവും, എങ്കിലും നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയും. നമുക്ക് വേഗം ഇതിൻ്റെ അടിയിൽ ഇത് അയണോറൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഷിപ്പിൽ നിന്ന് അയണോർ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, നമുക്ക് ഏകദേശം 7 ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇത്ര ഫുഡ് മതി നമുക്ക്. അപ്പം നമുക്ക് ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുതിരേനെ കൊണ്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിക്കാം, എന്നാലേ ഫുഡ് ബാർ ഫുള്ള് ഇൻക്രീസ് ആവും. ഓക്കെ, നമുക്ക് പോകാം ഗൈസ്. ആദ്യം ഇത് പൊട്ടിക്കണം. ഓക്കെ, നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ലീഡും നമ്മുടെ സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൗണ്ട് കുറവാണ്. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ശരിയായിട്ടുണ്ടാവും ഗൈസ്. അപ്പം നമുക്ക് കയറാം. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് പോകേണ്ടത്? ഐ തിങ്ക് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത് ഗൈസ്. നമ്മുടെ മാപ്പിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. സംശയമില്ലാതില്ല. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. എന്താ വെച്ചാൽ ഇങ്ങോട്ടേ ഒരു വഴിയില്ല. ഓക്കെ, ഇവിടെ ചിക്കനൊക്കെ ഉണ്ട്. ഇവരെ വേണോ ഗൈസ്? എന്തായാലും എടുത്തു നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഒരു ചിക്കനെങ്കിലും എടുക്കണം. ഓക്കെ, ചിക്കനൊക്കെ ഒറ്റ ഷോട്ടിൽ ചാവും ഗൈസ്. ഒറ്റ ഷോട്ടിൽ അടിപൊളി. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഹെഡ് ഷോട്ട് വെച്ച് കളിക്കാം ഗൈസ്. ഇതിന് 2 ഷോട്ട് വേണ്ടി വരും. 2 ഷോട്ട് കണ്ട ഗൈസ്. ആരാണ് ഏറ്റവും ബെറ്റർ?
സോഡിനേക്കാൾ. കാരണം ക്രീപ്പറൊക്കെ നമ്മുടെ കുതിര, ഓക്കെ കുതിര ഇവിടെ ഉണ്ട്. ആരോ ആണ് ബെറ്റർ. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ഇതാണ്. ഓക്കെ നമ്മൾ വന്നത് അവിടെ. നമുക്ക് ഇതിലെ കൂടെ പോവാം. നമുക്ക് ഫുഡ് വേണം കഴിക്കാം. ഓക്കെ എല്ലാം വണ്ടി കുതിരേനെ ഓടിക്കുന്നുണ്ട്. ഓക്കെ നമ്മൾ നീങ്ങുന്നുണ്ട് കേട്ടാ. ഓക്കെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഓക്കെ നമ്മൾ ട്രഷർ അതിലത്തേക്ക് എത്തുന്നുണ്ട് തോന്നുന്നു. കാരണം ഇത് നീങ്ങുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഇത് പോകേണ്ടത്? ഇങ്ങോട്ടാണോ? ഓക്കെ നമ്മൾ അതിനെ കാണിക്കുന്നുണ്ട് അടുക്കലേക്ക് എത്തിയെന്ന്. ഓക്കെ ഇതിലെ പോകാൻ വഴിയുണ്ടോ? അപ്പം ഇങ്ങോട്ടാണ് തോന്നുന്നു. ഓക്കെ നമ്മുടെ മാപ്പ് ലോഡാവുന്നുണ്ട്. ലോഡാവുന്ന വെച്ചാൽ നമ്മൾ അടുക്ക് എത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എത്താനായിട്ടുണ്ട് ഗൈസ്. ഇതിലെങ്ങോട്ടാണ്? അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ ഇനി കുതിര എങ്ങനെ കൊണ്ടുപോകും? കുതിരയെ നമുക്ക് വലിച്ചു കൊണ്ടുപോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഓക്കെ നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ ലീഡ് എടുത്തു നോക്കാം. ഓ കുതിര ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. ഭഗവാൻ ഇതെന്താണിത്? റവൈന. ഓ മൈ ഗുഡ്നസ്. It was at this moment that he knew he fucked up. പണി പാളിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ അത് പിക്കാക്സും ഇല്ല, സെറ്റ് വുഡും ഇല്ല. ഇനി എന്ത് ചെയ്യും ഗൈസ്? പണിപ്പാളി ഗൈസ്, പണിപ്പാളി. ഓ മൈ ഗോഡ്. ഇനി എങ്ങനെ കയറാനാണ്? ഓക്കെ ഡേർട്ട് കുറച്ചെടുക്കാം. ഈ ഡേർട്ട് ഇല്ല ഇപ്പം നമ്മുടെ കയ്യിൽ. ഓക്കെ ഏടെ പോയാലും നമ്മൾ തോറ്റ് പിന്മാറിക്കൂടാ. ഇവിടുന്ന് സോംബി വരാത്ത പക്ഷം നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. നമ്മൾ തോറ്റ് പിന്മാറിക്കൂടാ. കാരണം ട്രഷർ ഹണ്ടിങ്ങിലൊക്കെ ഇതിനേക്കാളും വലിയ സീനൊക്കെ വരും. നമ്മുടെ കുതിര പോവാതെ മതിയായിരുന്നു. നമ്മളിൽ എത്ര ഡേർട്ടായി? 41 ഡേർട്ടായി. ഇത്ര മതിയോപ്പാ. ഓക്കെ ഇവിടെ ഡേർട്ട് ഇല്ലോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു തന്നെ പറയാം. 47 ഡേർട്ട്, 47 ബ്ലോക്ക് ഉണ്ടാവും അതിന് ഹൈറ്റ്. ഐ തിങ്ക് ഇതിനേക്കാളും ഉണ്ടാവും. ഇല്ല ഗൈസ് അത്രയൊന്നും ഉണ്ടായില്ല. എന്തായാലും നമ്മൾ മീത്തൊക്കെ അറിയുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഒന്നിൽ തോറ്റുകൂടാ. നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യണം. തോറ്റ് പിന്മാറിക്കൂടാ ഗൈസ്. നമ്മുടെ കുതിര തോറ്റ് പിന്മാറിയ കുതിര. ഓക്കെ നമ്മുടെ കുതിര ഇവിടെ തന്നെ ഉണ്ട്. രാത്രി ആയിട്ടുണ്ട്. നമുക്ക് കുതിരക്കും ഒരു റെസ്റ്റൊക്കെ വേണ്ട ഗൈസ്. വാ കുതിര. ഓക്കെ ലീഡ് കാണുന്നില്ല രാത്രി ആയതുകൊണ്ട്. ഓക്കെ ഇവിടെയാണ് നമ്മുടെ ആ റവീൻ ഉള്ളത്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ മാപ്പ് ഉള്ളത് കൊണ്ട് സീനില്ല. ഇപ്പം എങ്ങോട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത്? ഓക്കെ നമുക്ക് ഇവിടെ തമ്പടിച്ചിട്ട് നമുക്ക് ഇന്ന് ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ ഞാൻ ബെഡ് ഇവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഗൈസ് പെട്ടെന്ന് തന്നെ ഞാൻ രാവിലെ ആക്കി. നമുക്ക് ഒരു ടൈമും കളയാനില്ല. നമുക്ക് നേരെ ഇത് സംഭവമൊക്കെ സെറ്റാക്കാം. നമുക്ക് വേഗം പോകേണ്ടതാണ്. ഒരു സമയം പോലും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. ഓക്കെ ഞാൻ വേഗം സംഭവമൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകേണ്ടത്? അങ്ങോട്ടല്ല ഗൈസ്, ഇങ്ങോട്ടാണെന്നാണ് തോന്നുന്നത്. നോക്ക് ഒക്കെ തന്നെ ഇപ്പോൾ കുതിരേനെ ഞാൻ കൊണ്ടുപോകേണ്ട അവസ്ഥയല്ലോ. നിനക്ക് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടില്ലാതില്ല അല്ലേ? അല്ല കുതിര. ഇതെങ്ങോട്ടാണ് പോകുന്നത്? സംഭവം ഒരു ഡൗട്ട്. ഓക്കെ വെള്ളാണിത്. ഓക്കെ വെള്ളം കര. അപ്പം ഇങ്ങോട്ടാണ് പോണ്ടത്. ആ റവീൻ താണ്ടിയപ്പോൾ ഞാൻ. ഓക്കെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ ഇവിടുന്ന് നമുക്ക് വലിക്കണം അല്ലേ ഇതിനെ? എന്നാണൊക്കെ തോന്നുന്നത്, ഉറപ്പില്ല. വരുന്നുണ്ടല്ലോ. ഓക്കെ കുതിര വരുന്നുണ്ട്, സീനില്ല. ഇങ്ങോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ബലമായ സംശയം. ഓക്കെ നമുക്ക് കയറായ കുതിരയുടെ മേക്ക്. ഓക്കെ നമ്മ
എത്താനായി തോന്നുന്നു ഗൈസ്. എന്താ വെച്ചാൽ നമ്മുടെ എല്ലാം ലോഡാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. ഓക്കെ, നമ്മുടെ കുതിരയും നമ്മുടെ ട്രഷർ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഓക്കെ, മാപ്പിൽ നമ്മളെ കാണിച്ചു ഗൈസ്. അതായത് നമ്മൾ അടുത്തെത്തുമ്പോൾ നമ്മളെ ഫുള്ള് കാണിക്കുന്നുണ്ട്. ഓക്കെ, മാപ്പ് ഫുള്ള് ലോഡായിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഏകദേശം അടുക്കെത്തി. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മൾ സ്ഥലത്തേക്ക് എത്തി ഗൈസ്. ഓക്കെ, കറക്റ്റ് ഇവിടെയാണ് ഗൈസ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ തമ്പടിക്കാം. ഓക്കെ, നമ്മുടെ കുതിരേനെ ഇവിടെ കെട്ടാലോ. കുതിര എവിടെയും പോകും. കുതിര വാ വാ. കുതിര എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോഴേ വാ 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 വാ. ഓക്കെ, കുതിരേനെ കെട്ടിയിട്ടുണ്ട്. ഒരു സീനുമില്ല. നമുക്ക് ഇവിടെയാണ് ട്രഷർ ഉള്ളത് ഗൈസ്. നമുക്ക് ഷവലുണ്ട്. ഷവൽ കൊണ്ട് ഡിഗ് ചെയ്യാം ഗൈസ്. ആദ്യം നമുക്ക് ഫുഡ് കഴിച്ച് സെറ്റാവാം. ഓക്കെ, ഷവലൊക്കെ ഉണ്ട്. ഒരു സീനുമില്ല. ഓക്കെ, ഇവിടെയാണ് ഗൈസ് കാണിക്കുന്നത്. കറക്റ്റ് ഇവിടെ നമുക്ക് വേണ്ടത് അയൺ ഷവലാണ് ഗൈസ്. ഇത് ഭയങ്കര ഡിലേ ആവും ഗൈസ്. നമ്മുടെ അയൺ ഉണ്ടോ അപ്പം അതിന്? ഓക്കെ 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 ഗൈസ്, എല്ലാം റെക്കോർഡാകുന്നുണ്ടായിന്. അപ്പം നമ്മൾ വുഡൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് ഈ വുഡ് എടുത്തിട്ട് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം തന്നെ ആക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. എന്നിട്ട് നേരെ ഒരു സ്റ്റിക്ക് ആക്കാം ഫസ്റ്റ്. ഓക്കെ, സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു അയൺ പിക്കാക്സ് ആക്കാം ഗൈസ്. പിന്നെ ഒരു അയൺ ഷവൽ, പിന്നെ ഒരു അയൺ ആക്സ്, പിന്നെയും ഒരു അയൺ ഷവൽ. ഓക്കെ ഗൈസ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ട്രഷർ കണ്ടുപിടിക്കാം ഗൈസ്. ഓക്കെ, ട്രഷർ കണ്ടുപിടിക്കാം. ഇവിടെയാണല്ലോ നമ്മൾ. ഓക്കെ, ട്രഷറിൽ കാണിക്കുന്നുണ്ട് ലൊക്കേഷൻ. ഇവിടെയാണ്. ഇവിടെയാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് പോയിന്റ്. ഏകദേശം ഇവിടെ ഇതാണ് കറക്റ്റ് പോയിന്റ്. നമ്മുടെ ആ ബബിള് തീരുന്നാൾക്ക് നമുക്ക്. ഓക്കെ, ബബിള് തീർന്നു. ഒരു രണ്ട് ബബിളാകുമ്പോൾ മേത്തിലേക്ക് പൊന്താണ്. ഓക്കെ ഗൈസ്, ഒരു 3 ബ്ലോക്ക് പൊട്ടിക്കാനുള്ള സമയമുണ്ട്. 3 അല്ല, ഒരു 4 ബ്ലോക്ക്. ഓക്കെ, 4 ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. വേഗം തന്നെ പൊങ്ങാം. ജസ്റ്റ് മിസ്സിന് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് പണിയെടുത്ത് നമുക്ക് ഫുള്ള് ഡിഗാക്കേണ്ടി. എത്ര സമയം ഡിഗാക്കണം എന്ന് അറിയില്ല ഗൈസ്. സാധാരണ ഇത് കരയത്താണ് ഉണ്ടാവല്. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ? ഒരു പിടിയില്ല ഗൈസ്. ഓക്കെ, ഇതെന്താണിത്? ഒരു കേവ് കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൊരു കേവിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഈ കേവിൻ്റെ ഉള്ളിലാണോ ട്രഷർ? പക്ഷേ ട്രഷർ കാണിക്കുന്ന ലൊക്കേഷൻ ഇതല്ല ഗൈസ്. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ്റെ മാർക്കിൻ്റെ അടിയിൽ നമുക്ക് പോയിൻ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ വെള്ളം വരുന്നത് അടക്കാം ഗൈസ്, ഡേർട്ട് വെച്ചിട്ട്. ഓക്കെ, ഇത് ഫുൾ അടഞ്ഞിട്ട്. ഓക്കെ, നമുക്കിത് വേഗം ഒന്ന് അടക്കാം. ഇതെന്താണ്? ഓക്കെ, അടച്ചിട്ടുണ്ട് ഗൈസ്. ഒരു സീനുമില്ല. ഓക്കെ, നമുക്ക് ഈ ഡേർട്ടൊക്കെ ഒന്ന് ഇതാക്കി നോക്കാം. ഓക്കെ, ഇവിടെയും വെള്ളം വരുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൽ നോക്കിയിട്ട് എവിടെ നിന്നാണ് വെള്ളം വരുന്നത് അതൊന്ന് ക്ലോസ് ആക്കാം. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഡേർട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ സാൻഡ് ഉണ്ട്. ചിലപ്പോൾ ഈ സാൻഡിൻ്റെ അടിയിൽ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് ഗൈസ്. ലൊക്കേഷൻ എന്നെ കാണുന്നില്ല. ഓക്കെ, ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയാണ് കാണിക്കുന്നത്. ഇനെന്താണ് ഇത് സീനെന്ന് അറിയില്ല. നമുക്ക് ഡേർട്ടൊക്കെ ഇവിടെ നിന്ന് മാറ്റാം. ഇവിടെ ഡേർട്ടൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇതിൽ വെള്ളം വരുന്നുണ്ട്. ഇതൊന്ന് അടച്ചോടാം. ഓക്കെ, ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ് സീൻ? ഓക്കെ,
നമ്മ കറക്റ്റ് പോയിന്റിലാണ് ഇല്ലത്. പക്ഷെ എന്തോ സംതിങ് ഫിഷ് ഗൈസ്. എവിടെയോ തെറ്റ് പറ്റി ഗൈസ്, എവിടെയോ തെറ്റ് പറ്റി. നമുക്ക് ഇതിന്റെ അടിയിലേക്കൊന്ന് ഡിഗ് ചെയ്ത് നോക്കിയാലോ. ഞാൻ എവിടെയാണ് ഇപ്പം ഉള്ളത്? ഓക്കെ, നമുക്ക് ഞാൻ എവിടെയാണ് ഉള്ളത്? ഓക്കെ, ഇവിടെയാണ് ഞാൻ ഡിഗ് ചെയ്തത്. അപ്പം ഇതിൻ്റെ അടിയിലേക്കൊന്ന് ഡിഗ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വെള്ളം ഓക്കെ, ചെസ്റ്റ് കണ്ടു ഗൈസ്, ചെസ്റ്റ് കിട്ടി ഗൈസ് നമുക്ക്. അടിപൊളി, ചെസ്റ്റ് കിട്ടി. അങ്ങനെ ഓക്കെ, നമ്മൾ ചെസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്, നമ്മൾ ട്രഷർ കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇന്നൊന്നും സീനില്ല, നമ്മൾ ചെസ്റ്റ് കണ്ടെത്തി ഗൈസ്. അടിപൊളിയായിട്ട് നമ്മുടെ ട്രഷർ ഹണ്ട് സക്സസ് ആണ്. പക്ഷേ ചെസ്റ്റിനെ എങ്ങനെ എടുക്കുന്നു നോക്കണം ഗൈസ്. നമുക്ക് ഈ പൊയ്യെല്ലാം ഇവിടുന്ന് മാറ്റാം. ഓക്കെ ഓക്കെ, ഇതെന്താണ് താഴെ വരാത്തത്? ഓക്കെ, ഇതവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ചെസ്റ്റ് ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പം ഇവിടെ നിന്നാൽ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റൂല. ഓക്കെ, നമുക്ക് അതിനൊരു പണി ചെയ്യാനുണ്ട്. ഇത് ക്ലോസ് ആക്കണം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഫുള്ള് ക്ലോസ് ആക്കണം. ഓക്കെ, നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഹാർട്ട് ഓഫ് ദ സീ. അടിപൊളി ഗൈസ്, അടിപൊളി. ഹാർട്ട് ഓഫ് ദ സീ, TNT. പിന്നെ കുറേ സംഭവമൊക്കെ ഉണ്ടായി. ഗോൾഡ്, അയൺ ഒക്കെ ഉണ്ടായിന് ഗൈസ്. നമുക്ക് നോക്കാം എന്താണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ട്രഷർ ലൂട്ട്. ഓക്കെ, നമുക്ക് ഫിഷ് കുറേ എമറാൾഡ് നമുക്ക് വേഗം എടുക്കാം. എമറാൾഡ്, പിന്നെ ഫിഷ്, കുറേ ഫുഡും, പിന്നെ നമ്മുടെ TNT, പിന്നെ അങ്ങനത്തെ കുറേ സംഭവം. പിന്നെ നമ്മുടെ ഹാർട്ട് ഓഫ് ദ സീ. ഹാർട്ട് ഓഫ് ദ സീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹാർട്ട് ഓഫ് ദ സീ എന്ന് വെച്ചാൽ ഭയങ്കര റെയറാണ്. നമ്മൾ ഈ ഇങ്ങനത്തെ ട്രഷർ ചെസ്റ്റിൽ ഹാർട്ട് ഓഫ് ദ സീ എപ്പോഴും കിട്ടാറുണ്ട്. ഹാർട്ട് ഓഫ് ദ സീ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമ്മുടെ കടലിൻ്റെ ഹൃദയം എന്ന് പറയുന്ന സംഭവം. അത് മാത്രം ഇല്ലാണ്ടൊരു ഉപയോഗമില്ല. അതും പിന്നെ ഒരു നോഷ്യസ് അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് കേസ്. ഒരു ചെമ്മീൻ പോലത്തെ ഒരു സംഭവമുണ്ട് കേസ്. ആ സംഭവം കൂടി ഒന്നിൻ്റെ ഷെല്ല് കേസ്, അതായത് ഷ്രിമ്പിൻ്റെ ഷെല്ല് കണക്കത്തെ ഒരു സംഭവം. അതുണ്ടെങ്കിൽ നമുക്ക് കുറേ നമ്മുടെ വാട്ടറിൻ്റെ അടിയിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്ന അങ്ങനത്തെ എല്ലാം സംഭവമാക്കാൻ കഴിയുന്നതാണ്. ഇത് അടിപൊളി ലൂട്ടാണ് കേസ്. നമുക്ക് കുറേ ഗോൾഡ്, 3 ഗോൾഡ് പ്ലസ് 8 എമറാൾഡ്, പിന്നെ കുറേ TNT, പിന്നെ ഹാർട്ട് ഓഫ് ദ സീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹാർട്ട് ഓഫ് ദ സീ അടിപൊളിയല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമ്മുടെ ട്രഷർ ഹണ്ട് ഇന്ന് അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ട്രഷർ കണ്ടെത്തി. നമ്മളെ ഒന്നിച്ച് നമുക്ക് വർക്ക് ചെയ്യുന്ന നമ്മുടെ കുതിരയുണ്ട് ഗൈസ്. കുതിരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്ക് അടിക്കുക ഗൈസ്. കാരണം കുതിര നല്ല കഷ്ടപ്പെട്ടിന് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രഷർ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പുറം മൂൺ റൈസും ഇപ്പുറം സൺസെറ്റുമാണ് ഗൈസ്. നമുക്ക് ഈ സൺസെറ്റ് കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ ഗൈസ്. ഓക്കെ, മൂൺ റൈസ് അടിച്ചിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.